ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഞാൻ 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അരി വീനസിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി അരിയാണ്, 1 കിലോ അരി. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് അളന്ന് നമുക്ക് വെള്ളം നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാത്രത്തിൽ ഞാൻ ഇട്ടത്. അപ്പം അത് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രത്തിന് 2 പാത്രം വെള്ളം വേണം. ഒരു പാത്രത്തിന് 2 പാത്രം വെള്ളം വേണം. അഥവാ 1 കപ്പ് അരിയാണെങ്കിൽ 2 കപ്പ് വെള്ളം. അപ്പോൾ ഇവിടെ ചോറ് വയ്ക്കാനായിട്ട് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, തക്കാളിയില്ല, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ക്യാരറ്റ്, പുതിനയില, മല്ലിയില ഇതെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചധികം ഉള്ളതെന്ന് പറഞ്ഞാൽ ചിക്കൻ കറി ഇവിടെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരുമിച്ച് അരിഞ്ഞു വെച്ചേക്കുന്നത് കാണിക്കുന്നത് കേട്ടോ. അപ്പം നെയ്ച്ചോറിന് കുറച്ച് മതി. ആദ്യം തന്നെ എണ്ണ ഒഴിച്ച് നെയ്യ് ഒഴിച്ച് നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിയും സവാളയും ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അത് നമ്മൾ പൊരിച്ചെടുത്ത് മാറ്റിയതിന് ശേഷം ആ എണ്ണയിൽ തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ ഒന്നിട്ട് മൂത്ത് വരുമ്പോൾ 1 പിടി സവാളയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ഒരു ബേ ലീഫ് ഇതും കൂടെ ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് ചുവന്ന് വരണം. തീ കുറച്ച് വെച്ചാൽ മതി. ചുവന്ന് വന്നതിന് ശേഷം നമ്മൾ അളന്ന് വെച്ചേക്കുന്ന വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് 1 പാത്രം അരിക്ക് 2 പാത്രം വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ വെള്ളം കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാൻ വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പം ഉപ്പൊന്ന് മുന്നിട്ട് നിൽക്കണം എന്ന് വിചാരിച്ച് അധികം ഉപ്പിടണ്ട. ഉപ്പിൻ്റെ അംശം ഇച്ചിരി കൂടുതൽ നിന്നാൽ മാത്രമേ ചോറിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, ഉപ്പിൻ്റെ രുചി വരുള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാരറ്റും അരിഞ്ഞ് വെച്ച ക്യാരറ്റും കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം തിളച്ച് വന്നപ്പോൾ കഴുകി ഊറ്റി വെച്ചിരുന്ന അരിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒറ്റ ഒരു വിസിൽ മതി കേട്ടോ. നല്ല ഫ്ലെയിം കൂട്ടി വെക്കണം. ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം ഒരൊറ്റ വിസിൽ വന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ എയറെല്ലാം പോയതിന് ശേഷം ഒന്ന് ഇളക്കി തുറന്ന് അതൊന്ന് നമ്മുടെ പൊരിച്ച് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും എല്ലാം ഇട്ട് കുറച്ച് മല്ലിയും പുതിനയിലയും കൂടെയൊക്കെ ഇട്ട് നമുക്കതിനെ ഒന്ന് അലങ്കരിച്ചെടുക്കാം. എങ്കിലല്ലേ അതിനൊരു രസമുള്ളൂ കാണാനൊക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ, സീ യു.